ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് സോളാറിൻ്റെ കുറച്ച് ടിപ്സുമായിട്ടാണ്. ഇപ്പോൾ നമുക്ക് കാണാം, സോളാർ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെ നമ്മുടെ സോളാർ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ നിലവിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സോളാർ പാനലുകളെല്ലാം തന്നെ 5 കൊല്ലം നമ്മൾ സ്ഥാപിച്ചിട്ട് 5 കൊല്ലമായിട്ടുള്ളവയാണ്. നമുക്കിത് കാണാം. ഇതാണ്ടേ, ഇപ്പോൾ ഈ കാണുന്നതുണ്ടോ, ഈ പാനലുകളെല്ലാം തന്നെ ഇതിപ്പോൾ നമ്മുടെ വാരിയുടെ പാനലുകളാണ്. നമുക്കിത് കാണാൻ സാധിക്കും, വാരിയുടെ പാനലുകളാണ്. ഈ ഇതുണ്ടോ, ഈ പാനലൊക്കെ എന്ത് ക്ലിയറാന്ന് നോക്കി. ഇതൊരു 6 മാസം കൂടുമ്പോൾ പാനലുകൾ നമ്മൾ നല്ല രീതിയിലുള്ള വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പം പക്ഷിയുടെ കാഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ സോളാർ പാനലുകൾ എത്ര വർഷം വരെയും വേണമെങ്കിലും ഉപയോഗയോഗ്യമാണ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് അടുത്ത ഒരു പാനലുകൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം. അതാണ്ട് ഞാനിപ്പോൾ കാണിച്ചിരുന്നുണ്ടോ, കഴുകാത്ത ഒരു പാനലുകളാണ് കാണുന്നത്. അപ്പോൾ അതിൽ കണ്ടോ, ഞാൻ അതിൻ്റെ അടുത്തുകൊണ്ട് കാണിക്കാം. അതിൻ്റെ സ്ട്രക്ചർ കണ്ടോ, തുരുമ്പായിട്ട്. നമ്മളത് നല്ല രീതിയിൽ അത് നോക്കാത്തതിൻ്റെ കുറവുകളാണത്. ഇത് കണ്ടോ, ഇത് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുണ്ടോ, പാത്ത് വേയും കാര്യങ്ങളെല്ലാം തന്നെ തുരുമ്പാണ്, കാര്യങ്ങളാണ്. അത് നമ്മൾ ഇപ്പം ഈ മഴയും വെയിലും മാറി വരുമ്പോൾ എന്ത് അപ്പോക്സി അടിച്ചെന്ന് പറഞ്ഞാലും ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെല്ലാ കൊല്ലവും അത് അപ്പോക്സിയും കാര്യങ്ങളും നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതലും നമുക്ക് പണി കുറഞ്ഞ് കിട്ടും, അത്ര തന്നെ. പിന്നെ കണ്ടോ, പാനലുകളാണ്. ഇതിപ്പോൾ പാനലുകൾ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിരുന്നു. അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ തന്നെ വീക്കായി ഉപയോഗയോഗ്യമല്ലാതായി തീർന്നത് കൊണ്ട് വീട്ടുകാരത് ശ്രദ്ധിക്കാണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പാനലുകളും കാര്യങ്ങളൊന്നും കഴുകി വൃത്തിയാക്കാണ്ടിരിക്കണം. പിന്നെ സമയം, പിന്നെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇത് കണ്ടോ, പാനലുകൾ മുഴുവനും കണ്ടോ, ഈ മഴ പെയ്യുമ്പോൾ വെള്ളം ഒലിക്കുമ്പോൾ ഒരു പായൽ പോലെ കാര്യങ്ങൾ വരും. അതിൻ്റെ പൊടിയും നമ്മുടെ പാനലിൽ പറ്റിപ്പിടിക്കണ പൊടിയും കാര്യങ്ങളൊക്കെ തന്നെ അത് വെള്ളമൊക്കെ ആയിട്ട് ഒലിച്ച് വരും. പക്ഷെ അത് നമ്മൾ പ്രോപ്പറായിട്ട് ജസ്റ്റ് ഒന്ന് തുണിയൊക്കെ വെച്ച് നല്ല തുടച്ച് കൊടുക്കുകയാണെങ്കിൽ, നല്ല പ്യൂർ വാട്ടറിൽ കഴുകി കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയറായി വരും. അല്ലെങ്കിൽ ഇത് പിന്നീട് വെയിലത്ത് ഉണങ്ങി ഭയങ്കര ഉണ്ടോ, ഇപ്പോൾ വെള്ളം ഒഴുകി മുഴുവൻ ആ കട്ടിക്കുള്ളൊരു പായലായിട്ടിരിക്കുകയാണേ. അതുകൊണ്ട് ഇത്രയും കട്ടിയിൽ ചെളിയായിട്ട് അടിഞ്ഞു കൂടിയിരിക്കും. അപ്പോൾ അത് ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ, 6 മാസം എന്നതല്ല, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് പാനൽ ഭാഗത്ത് പോയി നോക്കുക. അങ്ങനെ ചെളിയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എത്രയും വേഗം തന്നെ കഴുകുക. അപ്പോൾ നിങ്ങളുടെ പണി കുറഞ്ഞു കിട്ടും. നിങ്ങൾക്ക് സമയം കാര്യങ്ങളില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വെച്ച് കഴുകുക. അല്ലെങ്കിൽ കൂടുതൽ ഇതുപോലെ ചെളിയും പായലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് ക്ലിയർ ആവണമെങ്കിൽ ഡിറ്റർജൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അങ്ങനെ ഡിറ്റർജൻറ്റും കാര്യങ്ങളും ഇപ്പം നമ്മളിതിൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുക. കൂടുതലും പ്യുവർ വാട്ടറിൽ തന്നെ കഴുകി വൃത്തിയാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടോ, കട്ടയ്ക്ക് ചെളിയാണ്, ഒന്നും പറയാനില്ല. ഇത് നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്യാത്തതിൻ്റെ കുറവുകളാണ്. അപ്പോൾ അതുകൊണ്ടോ, അപ്പുറം കാണുന്ന പാനലുകളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ടോ, കഴുകി കൊടുക്കുന്നുണ്ട്. പാനലുകളിൽ അധികം പ്രശ്നങ്ങൾ കാണുന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ഇതിപ്പം വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ഷീറ്റിൻ്റെ അതേ ലെവൽക്ക് വച്ചിരിക്കുന്നതുകൊണ്ട് അതേ സ്ലോപ്പിലാണ് ഷീറ്റ് കിടക്കുന്ന, അതേ സ്ലോപ്പാണ്. നമ്മൾ സ്ട്രക്ചർ കാര്യങ്ങൾ ഹൈറ്റിലേക്ക് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടിയിലൊക്കെ കയറി പെയിൻ്റ് അടിക്കലും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതിൻ്റെ പാത്തും കാര്യങ്ങളും മാത്രമേ നമുക്ക് ഇതിനകത്ത് പെയിൻ്റ് അടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് നമുക്ക് കാണാമല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ തന്നെ തുരുമ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പെയിൻറ്റുകളൊക്കെ അടിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക. ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് പാനലിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒന്ന് കയറി നോക്കുക. ഓക്കെ, ഇതുണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ പായൽ, പൂപ്പൽ, പൊടിയൊക്കെ കലങ്ങി ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്.
ഉണ്ടോ അതിൻ്റെ പാത്തും കാര്യങ്ങളൊക്കെ തന്നെ തുരുമ്പായിട്ടിരിക്കുക. അപ്പം ഇതൊന്നൊരു പ്രശ്നമല്ല, ഇതൊക്കെ പെയിൻ്റ് അടിച്ച് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇച്ചിരി കഷ്ടപ്പാടായിരിക്കുമെന്ന് മാത്രം, വേറെ കാര്യങ്ങളില്ല. നമ്മൾ 6 മാസം കൂടുമ്പോൾ അത് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പണി അവിടെ കുറഞ്ഞു കിട്ടും. പാനലൊക്കെ വളരെ ഇത് പ്രൊഡക്ഷനെ വളരെയധികം പാനലിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കും. കാരണം ഇത് സാധാ പാനലുകളാണ്, ബൈഫേഷ്യലോ അല്ലെങ്കിൽ ഹാഫ് കട്ട് പാനലുകളൊന്നും അല്ല. അതുകൊണ്ട് ചെറിയൊരു ഷാഡോ, ചെറിയൊരു ഇതുപോലെ പൊടിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പ്രൊഡക്ഷനെ വളരെയധികം ബാധിക്കും, ബാക്കപ്പിനെ ബാധിക്കും. അങ്ങനെ നമുക്ക് ഇത് വളരെ സോളാറിൻ്റെ ഓഫ് ഗ്രിഡ് സോളാറാണെങ്കിലും ഓൺ ഗ്രിഡ് സോളാറാണെങ്കിലും പാനലുകൾ എപ്പോഴും കഴുകി വൃത്തിയാക്കി കൊടുക്കേണ്ടത് അതിൻ്റെ പ്രൊഡക്ഷൻ, പാനലിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം വർദ്ധിക്കാനായിട്ട് കാരണമാവും. അതുകൊണ്ട് പാനൽ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്ത ടിപ്പുമായിട്ട് നമുക്ക് പല കാര്യങ്ങളും സോളാറിൻ്റെ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടും ഓഫ് ഗ്രിഡുകളും ഓൺ ഗ്രിഡുകളും നമ്മൾ കൂടുതൽ ഹൈബ്രിഡ് ആയാലും നമുക്ക് കൂടുതലും ഈ ചാനലിലൂടെ നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. അപ്പോൾ ഇവിടെ പാനൽ, അവിടെ പാനൽ, ഇവിടെ ഫുൾ പാനലുകളാണ്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.